കറി വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ. ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഴുക്ക് തയ്യാറാക്കാം. ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ചക്കച്ചുള വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കനത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഈ ചക്കയിലെല്ലാം വെള്ളം പിടിച്ചു. മഴയല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി വെളുക്കുന്നത് വരെ മഴയായതുകൊണ്ട് ഈ ചക്കച്ചുളയിലെല്ലാം നന്നായിട്ട് വെള്ളം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ വിസിൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിനകത്തോട്ട് ഈ ചക്കച്ചുള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്കിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഇനി നമുക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കരുത്. ഈ ചെറിയ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ചക്കച്ചുളയ്ക്കകത്ത് വെള്ളം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒറ്റ വിസിൽ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു. ഗ്യാസ് ഓഫ് ചെയ്തു. ചൂടൊന്ന് ആറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മുറി തേങ്ങ എന്ന് വെച്ചാൽ വലിയൊരു തേങ്ങയുടെ ഒരു മുറിയാണ്. തേങ്ങയ്ക്കൊക്കെ ഇപ്പം വില കൂടുതലാണ്. 50 രൂപയൊക്കെ ആയെന്ന് പറയുന്നത് കേട്ടു. എനിക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. അവരവരുടെ ആവശ്യം പോലെ കിട്ടുന്നതിൻ്റെ അനുപാതം അനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. ചക്കയ്ക്ക് തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് വേണ്ടത് വെളുത്തുള്ളി, തേങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ചക്കയ്ക്കുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തോരൻ്റെ പരുവത്തിൽ ചതച്ചെടുക്കാം. നമ്മുടെ ചക്കയുടെ കുക്കറിൻ്റെ ചൂടൊക്കെ ആറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റി നമ്മുടെ ചക്കയെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിന് വെന്തിട്ടേ ഉള്ളൂ, കൂടുതൽ വെന്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു തേങ്ങയൊന്ന് വേവുന്നതിനായിട്ട് 2 മിനിറ്റ് നേരത്തെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആവശ്യത്തിന് ചക്ക വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാവാനായിട്ട്, അരപ്പൊന്ന് വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റായി. നമ്മുടെ അരപ്പ് നന്നായിട്ട് വെന്ത് കാണും. നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ചപ്പാത്തി പരത്തുന്ന കമ്പാണ് തുടുപ്പായിട്ട് ഉപയോഗിക്കുന്നത് ചക്കപ്പുഴുക്ക് തയ്യാറാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ മടലൊക്കെ വെട്ടി ഷേപ്പാക്കി തുടുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ചക്കയും കപ്പയൊക്കെ കുഴയ്ക്കുന്നതിനായിട്ടുള്ള ആ ഒരു കമ്പിന്. നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കപ്പുഴുക്കിന് തേങ്ങായ വെളിച്ചെണ്ണ ഇതൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മുടെ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല തയ്യാറാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചക്കപ്പുഴുക്ക് തയ്യാറായി. ഇന്ന് ഞങ്ങൾക്ക് ചക്കപ്പുഴുക്കും
മട്ടൻ കറിയുമാണ് അത്താഴത്തിന്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചക്കപ്പുഴുക്ക് തയ്യാറായി. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. നമ്മുടെ ചക്കപ്പുഴുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് വിളമ്പി. അതിൻ്റെ കൂട്ടത്തിൽ മട്ടൻ കറിയാണ് ഇന്ന്. ചക്കപ്പുഴുക്കും മട്ടൻ കറിയും നല്ല കോമ്പിനേഷനാണ്. ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.